ലോകമറിയപ്പെട്ട മഹാനുഭാവൻ. ഏതൊരു മഹാനുഭാവന്റെ പേര് കേൾക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ദേശസ്നേഹികളായ മനുഷ്യർക്ക് മുഴുവനും രോമാഞ്ചവും ആത്മാഭിമാനവും ഉണ്ടാകുമോ? ബഹുമാനനായ ശഹീദേ മില്ലാ ഫതഹ് അലി ഖാൻ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ആരാ ടിപ്പു സുൽത്താൻ? ഇന്ത്യ രാജ്യത്ത് ടിപ്പു സുൽത്താന്റെ പേര് പറയാൻ പാടില്ല. ഇന്ത്യയുടെ നിലവിലുള്ള രാഷ്ട്രപതി പോലും ടിപ്പുവിനെ പറ്റി എന്തോ നല്ല വാക്ക് പറഞ്ഞു എന്നതിന്റെ പേരിൽ വലിയ പ്രശ്നമാ. പക്ഷേ ടിപ്പു സുൽത്താനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് കടന്നുപോയ രാഷ്ട്രപതിമാരിൽ ഒരുപാട് സ്ഥാനവും മഹത്വവുമുള്ള പാണ്ഡിത്യം കൊണ്ടും വിനയം കൊണ്ടും ലാളിത്യം കൊണ്ടും ലോകം മുഴുവനും പേരും പ്രശസ്തിയും ആർജിച്ച ഒരു മഹാനായ രാഷ്ട്രപതി നമുക്കുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിലും തന്റെ ചെരുപ്പൂടിയിട്ട് ആ ചെരുപ്പ് കയ്യിൽ പിടിച്ച് നടക്കുമ്പോൾ തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന തന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ചെറുപ്പക്കാരൻ വന്നിട്ട്, സാർ നിങ്ങളുടെ ഷൂസ് എന്റെ കയ്യിൽ തരണമെന്ന് പറയുമ്പോ ഈ 2 ഷൂസ് പിടിക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ തന്റെ ചെരുപ്പ് കയ്യിലിടിച്ചുകൊണ്ട് നടന്ന ഇന്ത്യ രാജ്യം കണ്ട മഹാനായ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം മഹാനായ ഒരു രാഷ്ട്രപതിയായിരുന്നു. അദ്ദേഹത്തിന്റെ സെക്കൻഡുകൾക്ക് പോലും അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് അമേരിക്കക്കാരൻ വില കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എന്റെ ചിന്തയും എന്റെ മസ്തിഷ്കവും ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ടല്ലാതെ ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ മഹാനായ മനുഷ്യൻ. അദ്ദേഹം ലോകത്തിന് മഹിതമായ സന്ദേശങ്ങൾ നൽകി എഴുതിയ പുസ്തകമാണ് ദ വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ. അദ്ദേഹം അതിൽ എഴുതുന്നുണ്ട്, ഞാൻ അമേരിക്കയുടെ നാസയുടെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് പോയി. നാസയുടെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് പോയി APJ അബ്ദുൽ കലാം. അദ്ദേഹം അവിടേക്ക് ചെന്നത് അദ്ദേഹത്തിന് കിട്ടിയ ഒരവസരമല്ല, മറിച്ച് അത് അമേരിക്കക്കാർക്ക് കിട്ടിയ ഒരവസരമായിരുന്നു. കാരണം അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോഴും ശാസ്ത്രജ്ഞന്മാരൊപ്പം കൂടി അദ്ദേഹത്തോട് പല സംശയങ്ങളും ചോദിച്ചു. സ്വതസിദ്ധമായ ശൈലിയിൽ പുഞ്ചിരി തൂകി അദ്ദേഹം അതിനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. അങ്ങനെ പതുക്കെ മുന്നോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് നാസയുടെ ചുവരിൽ പതിച്ചിരുന്ന ഒരു ഛായാചിത്രം കണ്ടിട്ട് ഡോക്ടർ അബ്ദുൽ കലാം അവിടെ തന്നെ നിന്നു. കുറെ നേരം ആ ചിത്രത്തിലേക്ക് നോക്കി നിന്നു. അദ്ദേഹം എഴുതുന്നു, ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി, അമേരിക്കയുടെ രഹസ്യ കേന്ദ്രമായ നാസയുടെ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഛായാചിത്രം അതൊരു ഇന്ത്യക്കാരന്റെ ചിത്രമാണ്. ഒരു പരമ്പരാഗത ഇന്ത്യൻ വേഷം ധരിച്ചുകൊണ്ട് ഒരു പോരാളി വെള്ളക്കാർക്കെതിരെ റോക്കറ്റ് ആക്രമണം നടത്തുന്ന ഒരു ഛായാചിത്രം ഞാൻ കണ്ടു. അതൊരു ഇന്ത്യക്കാരന്റെ ചിത്രമെന്ന് മനസ്സിലാക്കി ഒരു ഇന്ത്യക്കാരനായതിന്റെ പേരിൽ എനിക്കൊന്ന് അഭിമാനം തോന്നുകയുണ്ടായി. ഏതൊരു അബ്ദുൽ കലാമിന്റെ പേര് പറഞ്ഞുകൊണ്ടാണോ ഇന്ത്യക്കാരെന്ന് അഭിമാനിക്കുന്നത്, ഏതൊരു അബ്ദുൽ കലാമിനെയാണോ ഇന്ത്യയുടെ മുസ്ലിമാൻ എന്ന് പറയുന്നത്, അബ്ദുൽ കലാം പറയുന്നു, ഒരു ഛായാചിത്രം കണ്ടിട്ട് എനിക്കൊരു ഇന്ത്യക്കാരനായതിൽ അഭിമാനം തോന്നി. അതെ, അമേരിക്കയുടെ നാസയുടെ കേന്ദ്രത്തിൽ അബ്ദുൽ കലാം കണ്ട ഛായാചിത്രം ആരുടെ ഛായാചിത്രമാ? ബഹുമാനനായ ടിപ്പു സുൽത്താന്റെ ഛായാചിത്രമാണ്. പാകിസ്ഥാൻ 4000 കിലോമീറ്റർ അപ്പുറത്തേക്ക് കുതിച്ചു ചാടുന്ന ഒരു ബല്ലാസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചെടുത്തു. 4000 കിലോമീറ്റർ. എന്നിട്ട് അതിനൊരു പേര് വെക്കണം. എന്ത് പേരിടും? മുഹമ്മദ് അലി ജിന്നയുടെ പേരിട്ടില്ല, പട്ടാള മേധാവിമാരുടെ പേരിട്ടില്ല. പിന്നെയോ ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാൻ 4000 കിലോമീറ്റർ അപ്പുറത്തേക്ക് കുതിച്ചു ചാടുന്ന മിസൈലിന് കൊടുത്ത പേര് ടിപ്പു സുൽത്താന്റെ പേരാ. ടിപ്പു എന്ന പേരാണ് അതിനിട്ടത്. ഇംഗ്ലണ്ടിലെ വോൾവിച്ചിലെ റോഡുണ്ട എന്ന പേരുള്ള ഒരു മ്യൂസിയം ഉണ്ട്, വോൾവിച്ച് റോഡുണ്ട. ആ മ്യൂസിയത്തിൽ പോയി APJ അബ്ദുൽ കലാം അദ്ദേഹം പറയുന്നു, എന്നെ അവിടുത്തെ ആളുകൾ കൂട്ടിക്കൊണ്ടുപോയി ഒരു പീരങ്കിയുടെ മുന്നിൽ നിർത്തി. ഇതാരുടെ പീരങ്കി എന്നറിയോ? അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അവർ പറഞ്ഞു, ഇത് നിങ്ങളുടെ ടിപ്പുവിന്റെ പീരങ്കിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അമേരിക്കയുടെ നാസയുടെ രഹസ്യ കേന്ദ്രത്തിന്റെ ഉള്ളിൽ ആദരിക്കപ്പെട്ട ടിപ്പു, ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാന്റെ അകത്തളങ്ങളിൽ ആദരിക്കപ്പെട്ട ടിപ്പു, ബ്രിട്ടനിലും ഇംഗ്ലണ്ടിലും ആദരിക്കപ്പെട്ട ടിപ്പു. ആ ടിപ്പുവിന്റെ പേര് ഇന്ത്യ രാജ്യത്ത് പറയാൻ പാടില്ല. ഇന്ത്യയിൽ ടിപ്പുവിനെ ആദരിക്കാൻ പാടില്ല. ടിപ്പു സുൽത്താനെ പറ്റി കുറെ കള്ളക്കഥകൾ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുക, കുറെ കള്ളക്കഥകൾ. എന്താ? ടിപ്പു സുൽത്താൻ മതഭ്രാന്തനായിരുന്നു അത്രേ. ടിപ്പു സുൽത്താൻ വലിയ വർഗീയവാദിയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ചില ചരിത്രകാരന്മാർ എഴുതിയേക്കുക, ഈ ഉണ്ണിയാർച്ച എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഉണ്ണിയാർച്ചയെ പോലും ടിപ്പു സുൽത്താൻ അടിമയാക്കി തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വെപ്പാട്ടിയായി ഉപയോഗിച്ചിരുന്ന ഉണ്ണിയാർച്ചയെ കേൾക്കുമ്പോഴാ ചിലർക്ക് രക്തം തിളയ്ക്കുന്നത്.
ഉണ്ണിയാർച്ച എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നു എന്നതിന്റെ ഒരു തെളിവുമില്ല. വെറും വാമൊഴികളിലൂടെ, പാട്ടുകളിലൂടെ, കഥകളിലൂടെ മാത്രം പ്രചരിക്കപ്പെട്ട ഒരവതാരമാണ് ഉണ്ണിയാർച്ച. ജീവിച്ചിരുന്നു എന്നതിന്റെ ഒരു തെളിവുമില്ല. ഇനി ജീവിച്ചിരുന്നു എന്ന് തന്നെ വെച്ചോട്ടെ, ഉണ്ണിയാർച്ചയെ പറ്റി പറയപ്പെടുന്ന കാലമൊക്കെ 16-ാം നൂറ്റാണ്ടും 17-ാം നൂറ്റാണ്ടുമാണ്. ടിപ്പു സുൽത്താൻ ജീവിച്ചിരുന്നത് അതും 100 കൊല്ലം കഴിഞ്ഞിട്ട് 18-ാം നൂറ്റാണ്ടിലാണ്. 17-ാം നൂറ്റാണ്ടിലുള്ള ഉണ്ണിയാർച്ചയാണ് 18-ാം നൂറ്റാണ്ടിലെ ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചതെന്ന്. വെറും കള്ളക്കഥകൾ. കഥകളിലൂടെ സിനിമകൾ പോലും ഇപ്പോ മലയാളത്തില് 3-4 അവാർഡുകൾ നേടിയെടുത്ത ആമേൻ എന്ന പേരുള്ള ഒരു സിനിമയുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ തുടക്കം ടിപ്പു സുൽത്താനെ കാണിക്കുമത്രേ. ആലപ്പുഴയ്ക്ക് കുട്ടനാടിനടുത്ത് കുമരങ്കരി എന്ന പ്രദേശത്ത് ഒരു സുറിയാനി ചർച്ച്, ആ ചർച്ച് ആക്രമിച്ച് അവിടെ നിന്നെന്തൊക്കെ വിലപിടിപ്പുള്ള വസ്തുക്കൾ എടുക്കാൻ ടിപ്പു സുൽത്താൻ തന്റെ പടയാളികളുമായി ഇങ്ങനെ വരികയാണത്രേ. അങ്ങനെ വന്ന് രാത്രി ഇങ്ങനെ ആ ചർച്ചിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പൗലോസ് പുണ്യാളൻ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് പ്രകാശം വന്ന് ടിപ്പു സുൽത്താൻ ഒളിച്ചോടി, തിരിച്ചു പേടിച്ചോടി എന്നൊക്കെയാ പറയുന്നത്. പക്ഷേ കൃത്യമായ രേഖകളുണ്ട്. പെരിയാറിന്റെ വടക്കോട്ട് ടിപ്പു വന്നിട്ടില്ല. പറയുന്നു ആലപ്പുഴയിലെ കുമരങ്കരിയില് ടിപ്പു സുൽത്താൻ വന്നു എന്ന്. കള്ളക്കഥകളാണ് ടിപ്പു സുൽത്താനെ പറ്റി പറയുന്നത്. നമ്മൾ വ്യക്തമായി അറിയണം. മാത്രമല്ല, എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഹിന്ദു സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ടിപ്പു സുൽത്താൻ ഹിന്ദുക്കളുടെ ശത്രു എന്ന് പറഞ്ഞാണെന്ന് പലരും പ്രചരിപ്പിക്കുന്നത്. ടിപ്പു ജയന്തി ആഘോഷിക്കാൻ, ടിപ്പുവിനെ ഓർക്കാൻ ഇന്ത്യ രാജ്യത്ത് അനുവാദം നൽകുന്നില്ല എങ്കിൽ അത് കേവലം ഇസ്ലാമിന്റെയോ മുസ്ലിമുകളുടെയോ മാത്രം പ്രശ്നമല്ല. അത് ഇന്ത്യ രാജ്യത്തെ എല്ലാ നല്ലവരായ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും പ്രശ്നമാ. ആരാ ടിപ്പു സുൽത്താൻ? നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ നിന്ന് പോലും, ഇന്ത്യയുടെ പല ഭാഗത്ത് നിന്ന് പോലും ഹൈന്ദവ സഹോദരങ്ങൾ തീർത്ഥാടനത്തിനായി വരുന്ന കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമുണ്ട്. ഇവിടെ നിന്ന് പോലും ആളുകൾ ബസ് പിടിച്ച് അവിടെ പോകാറുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കൊല്ലൂർ മൂകാംബികയിൽ ദർശനത്തിന് വേണ്ടി വരുന്ന ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. ഈ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ആ ക്ഷേത്രത്തിൽ ഒരു പ്രാർത്ഥന നടത്താറുണ്ട്. സലാം മംഗളാരതി എന്നാണ് ആ പ്രാർത്ഥനയുടെ പേര്. സലാം മംഗളാരതി. സലാം എന്നൊക്കെ കേൾക്കുമ്പോ പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥനയാന്ന് വിചാരിക്കല്ലേ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ സലാം മംഗളാരതി എന്നൊരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാ? ടിപ്പു സുൽത്താന് വേണ്ടിയിട്ട് പ്രാർത്ഥന എല്ലാ ദിവസവും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ. അവിടെ നിന്ന് കുറച്ചു ദൂരം യാത്ര ചെയ്താൽ ശങ്കരനാരായണീ ക്ഷേത്രം എന്നൊന്നോ മറ്റോ പറയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഉത്സവം നടക്കാറുണ്ട് 12 ദിവസം. ഈ 12 ദിവസവും ആ ക്ഷേത്രത്തിലെ പൂജാരി ഒരു തൊപ്പി ധരിച്ചിട്ടാണ് പൂജാകർമ്മങ്ങൾ ചെയ്യുന്നത്. ആരുടെ തൊപ്പി? ടിപ്പു സുൽത്താൻ അവിടുത്തെ പൂജാരിക്ക് സമ്മാനമായി കൊടുത്ത തൊപ്പി. 12 ദിവസം ഇത് തലേ വെച്ചിട്ടാ പൂജ നടക്കുന്നത്. ആ ക്ഷേത്രത്തില് 600 കിലോ തൂക്കമുള്ളതായ ഒരു ഓട്ടുമണിയുണ്ട്. 600 കിലോ ഉള്ളത്. അത് ടിപ്പു സുൽത്താൻ കൊടുത്തതാ. നമുക്കറിയോ ചരിത്രം? ഈ ടിപ്പുവിനെയാണ് ക്ഷേത്രം തകർത്ത ആള്, കൊലപാതകങ്ങൾ നടത്തിയ ആള്, കലാപങ്ങൾ നടത്തിയ ആള്. കേരളത്തിലെ 58 ക്ഷേത്രങ്ങൾക്ക് ടിപ്പു സുൽത്താൻ സാമ്പത്തിക സഹായം കൊടുത്തതിന്റെ തെളിവുകളുണ്ട്. ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് പോലും 500 ഏക്കർ ഭൂമി ടിപ്പു സുൽത്താൻ കൊടുത്തിട്ടുണ്ട്. കസബയിലെ വേട്ടയ്ക്കൊര മകൻ കാവ് ക്ഷേത്രത്തിന് 180 ഏക്കർ ഭൂമി. ഇതിന്റെ കൃത്യമായ തെളിവുകൾ ഇന്നും കോഴിക്കോട് വ്യക്തമായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ടിപ്പു സുൽത്താനെതിരെ ആരെങ്കിലും ശബ്ദിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമുകളുടെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നമാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ മേലാളന്മാരുടെ ജാതീയത നിലനിൽക്കുന്നതിന്റെ പേരിൽ മാറുമറയ്ക്കാൻ അവകാശമില്ലാത്ത കീഴാള ജനവിഭാഗത്തിലെ അമ്മപെങ്ങന്മാർക്ക് മാറുമറയ്ക്കാൻ അവകാശം കൊടുത്ത ടിപ്പു സുൽത്താന. തൃശ്ശൂരിനടുത്ത് ചേലക്കര എന്നൊരു സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ടാണ് ടിപ്പു ചേല വിതരണം ചെയ്തത്. അതുകൊണ്ട് ആ സ്ഥലത്തിന് ചേലക്കര
എന്ന പേര് വന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ ടിപ്പു സുൽത്താൻ, മഹാനായ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിനടുത്തൊരു വലിയ പള്ളി പണിയുകയാ. സഹോദരങ്ങളെ സഹോദരിമാര് ഗൗരവപൂർവ്വം കേൾക്കേണ്ടുന്ന വിഷയമാണ്. ടിപ്പു സുൽത്താൻ ഒരു വലിയ പള്ളി പണിയുകയാ. എന്നിട്ട് സുൽത്താനും പണി കഴിപ്പിച്ച പള്ളിയുടെ ഉദ്ഘാടന കർമ്മത്തിന്റെ ദിവസം വരികയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെല്ലാം ആ പള്ളിയുടെ അങ്കണത്തിലേക്ക് ഒഴുകിയെത്തുകയാ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും അടക്കമുള്ള സകല ആളുകളും ഒഴുകിയെത്തുകയാ. കാരണം ടിപ്പു സുൽത്താൻ എവിടെ തന്റെ കോട്ട പണിഞ്ഞാലും ആ കോട്ടയുടെ മുന്നിൽ തന്നെ ഹൈന്ദവർക്ക് വേണ്ടി ക്ഷേത്രം പണിഞ്ഞു കൊടുക്കുമെങ്കിലും ഇന്നും വെല്ലൂർ ബാഖിയാത്തുസ് സാലിഹാത്ത് എന്ന മഹത്തായ സ്ഥാപനത്തിനടുത്ത് ബഹുമാന്യനായ ടിപ്പു പണി കഴിപ്പിച്ച വലിയ ഒരു കോട്ടയുണ്ട്. ആ കോട്ടയുടെ മുന്നിൽ ഹൈന്ദവർക്ക് വേണ്ടി പണി കഴിപ്പിച്ച ക്ഷേത്രമുണ്ട്, ക്രൈസ്തവർക്ക് വേണ്ടി പണി കഴിപ്പിച്ച ചർച്ചുണ്ട്, മുസ്ലിമുകൾക്ക് വേണ്ടി പണി കഴിപ്പിച്ചതായ പള്ളിയുമുണ്ട്. എന്നാലെന്നറിയുമോ, ഇന്ന് ആ മുസ്ലിം പള്ളി പൂട്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അധികാരികളുടെ വർഗീയ നിലപാട് മൂലം മുസ്ലിം പള്ളി പൂട്ടപ്പെട്ടു പോയിരിക്കുകയാ. പക്ഷേ ടിപ്പു സുൽത്താൻ പണി കഴിപ്പിച്ചു കൊടുത്തതായ ക്ഷേത്രത്തിൽ ഇന്നും പൂജാകർമ്മങ്ങൾ നടത്തപ്പെടുകയാ. ടിപ്പു സുൽത്താൻ പണി കഴിപ്പിച്ചു കൊടുത്ത ചർച്ചിൽ ഇന്നും അവിടെ കുർബാനയടക്കമുള്ള കർമ്മങ്ങൾ നടത്തപ്പെടുകയാ. ഇത്രത്തോളം മതേതരനായ ചക്രവർത്തിയായിരുന്നില്ല ടിപ്പു സുൽത്താൻ. ആ ടിപ്പു സുൽത്താൻ ഒരു വലിയ പള്ളി പണിയുകയാ. മസ്ജിദുൽ ഫത്തഹ് എന്നോ മറ്റോ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള പള്ളിയാ. ഏത് പേരായിരുന്നാലും ആ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നടക്കുന്ന ദിവസം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തുകയാ. സുൽത്താൻ പണി കഴിപ്പിച്ച പള്ളിയുടെ ഉദ്ഘാടന കർമ്മം കാണാൻ ലോകത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തുകയാ. ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് മശായിഖന്മാരുണ്ട്, ഒരുപാട് സൂഫിയാക്കളുണ്ട്. എല്ലാവരും ഇങ്ങനെ പള്ളിയുടെ മുന്നിലേക്ക് വന്ന് പള്ളിയുടെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആരായ ടിപ്പു സുൽത്താൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പെട്ടെന്ന് തന്നെ തന്റെ മുന്നിൽ കൂടിയിരിക്കുന്ന 10,000-കണക്കിന് വരുന്ന പാരാവാരം പോലെയുള്ള ആളുകളോട് വിളിച്ചു പറയുകയാ, ഞാൻ നേരിട്ട് പണി കഴിപ്പിച്ച എന്റെ ഈ പള്ളിയുടെ ഉദ്ഘാടനം ഒരു സാധാരണക്കാരനായ മനുഷ്യനെ കൊണ്ട് ഞാൻ നടത്തിക്കില്ല. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്, എന്റെ മുന്നിൽ മഹത്തുക്കളായ സുഫിയാക്കളുണ്ട്, മശായിഖന്മാരുണ്ട്, ഫുഖഹാക്കളുണ്ട്, വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ഞാൻ ആവശ്യപ്പെടുകയാ, പ്രായപൂർത്തിയായിട്ട് ഇന്നേ വരേക്കും ഒരു ജമാഅത്ത് നിസ്കാരവും മുടക്കാത്ത ഒരാളുണ്ടെങ്കിൽ അയാള് മുന്നിലേക്ക് കടന്നു വരിക, എന്റെ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. അതേ പ്രായപൂർത്തിയായിട്ട് നാളുന്നവരെയും ഒരു ജമാഅത്ത് നിസ്കാരവും മുടക്കാത്തവരുണ്ടോ? ടിപ്പുവിന്റെ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുകയാ, പടച്ചവര് എപ്പോഴെങ്കിലുമൊക്കെ ഒരു നിസ്കാരം എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം, കളാ ആക്കിയിട്ടില്ല, പക്ഷേ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് ഒരാൾക്കും മുന്നോട്ട് വരാൻ ധൈര്യമില്ല. എല്ലാവരും നിശബ്ദരായി തോൽവി സമ്മതിച്ചു കൊണ്ടിരിക്കുമ്പോ രാജ്യത്തിന്റെ പരമാധികാരം കയ്യിലാണെന്ന ഭരണാധികാരിയായ ബഹുമാനനായ ടിപ്പു സുൽത്താൻ വിളിച്ചു പറയുകയാ, എങ്കിൽ ഞാൻ തന്നെ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, പ്രായപൂർത്തിയായിട്ട് നാളുന്നവരെയും ഒരു നിസ്കാരത്തിന്റെയും ജമാഅത്ത് ഞാൻ മുടക്കിയിട്ടില്ല. അങ്ങനെ മുടക്കാൻ എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര്, കഴിയുമോ ടിപ്പുവിനെ പോലെ നിങ്ങളുടെ മക്കളെ വളർത്താൻ? ടിപ്പുവിന്റെ ഉമ്മ ഭരണാധികാരം കൈയാളുന്ന പൊന്നുമോൻ 15-ാമത്തെ വയസ്സിൽ വെള്ളക്കാരുടെ മുന്നിൽ വാളമെടുത്തുകൊണ്ട് പടപ്പുറപ്പാട് നടത്തിയ പൊന്നുമോൻ, മസ്താൻ ടിപ്പു സുൽത്താനോടുള്ള താല്പര്യപ്രകാരം ടിപ്പു എന്ന പേര് വിളിക്കപ്പെട്ട പൊന്നുമോൻ, ആ പൊന്നുമോനെ ആ പൊന്നുമോന്റെ ഉമ്മ വളർത്തിയതെങ്ങനെയാ? ഒരു നിസ്കാരത്തിന്റെ ജമാഅത്ത് പോലും മുടക്കാതെയല്ലേ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കൊടുത്ത സർട്ടിഫിക്കറ്റ് എന്താ? അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർളി അഖാമുസ് സ്വലാഹ വആതവുസ് സകാഹ വഅമറൂ ബിൽ മഅറൂഫ് വനഹൂ അനിൽ മുൻകർ വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ.
ഏതൊരു ടിപ്പുവിന്റെ അന്ത്യമാണോ ലോകത്തിന് മുഴുവനും മാതൃകയായത്? പിന്നാലെ നിന്നുകൊണ്ട് തന്റെ തലയ്ക്ക് പിന്നാലെ വെടിവെച്ചവനെ പോലും വെട്ടിക്കൊലപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു രാജാവിനും അവകാശപ്പെടാൻ കഴിയാത്ത നിലയിൽ ബ്രിട്ടീഷുകാരോട് നേരിട്ട് പടവെട്ടി രക്തസാക്ഷിത്വം വഹിച്ച ഒരേ ഒരു ഭരണാധികാരി ടിപ്പു സുൽത്താൻ മാത്രമാണെങ്കിൽ ആ ടിപ്പുവിന്റെ ഗുണഗണങ്ങളൊന്നറിയടേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ചില മഹത്തുക്കളിൽ അല്ലദീന ഇമ്മക്കന്നാകും ഫിൽ അർളി അഖാമുസ്സലാ, എത്ര അധികാരം പടച്ച തമ്പുരാൻ കൊടുത്താലും നിസ്കാരത്തെ കൃത്യമായി നിലനിർത്തുന്നവരെന്ന് ഖുർആൻ പറഞ്ഞ ആ മഹത്തായ സിഫത്തിലേക്ക് കടന്നുപോയ ടിപ്പു സുൽത്താൻ, ആ ടിപ്പുവിനെ വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മ, ടിപ്പുവിന് കൊടുത്ത തർബിയത്തും സ്വലാഹിയത്തും അതാണെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന മങ്ങാരത്തെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കഴിയുമോ നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ഇന്നകരമായ അവസ്ഥകളെ പറ്റി മാതാപിതാക്കളെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ?